ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ചൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ ജനശതാബ്ദി ട്രെയിൻ ഓടിച്ചിട്ടാണ് പോയത്. അങ്ങനെ ട്രെയിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം തിരിച്ച് റിട്ടേൺ നാട്ടിലോട്ട് വരാൻ നോക്കുമ്പം ട്രെയിൻ ഏകദേശം ഒരു 8:30 മണിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈകുന്നേര സമയത്ത് കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ തൃശ്ശൂർ അങ്ങാടിയിൽ ഒരു ഓട്ടോ എക്സ്പോ നടക്കുന്ന കാര്യം അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് പോയി. ഇതൊക്കെയാണ് നമ്മളെ ടീം മെമ്പേഴ്സ്. ആദ്യം കാണുന്ന ചങ്ങാതിൻ്റെ പേര് ഇരുമ്പ് ജോണി, രണ്ടാമത് കാണുന്നത് ഗുണ്ട ഷാജി, മൂന്നാമത് കാണുന്നത് ലിവർ വാസു, നാലാമത് കാണുന്നത് ഇടിക്കട്ട ഷുക്കൂർ എന്നിങ്ങനെ പോകുന്ന ലിസ്റ്റ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ടീമായിട്ടാണ് അങ്ങോട്ട് എക്സ്പോ കയറി. ഈ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെ ആശാന് ജോഷിൽ സാറ്. അപ്പോൾ പുള്ളി നമ്മളെ കിയയുടെ പുതിയ മോഡലായ സൈറോസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ എക്സിക്യൂട്ടീവ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. പുള്ളിക്ക് വണ്ടിയോട് കുറച്ചൊരു കമ്പുണ്ടെന്ന് തോന്നുന്നു. ആ സമയം കൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് പുറത്തോട്ട് ചുറ്റിയടിച്ചു. നിലവിൽ നമ്മൾ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നതായിട്ടുള്ള പ്രീമിയം ബ്രാൻഡുകളല്ല, എന്നാലും ഒരു പ്രീമിയം ഒരു മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള എല്ലാവിധ ബ്രാൻഡുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ കർവ് EV ആണ്. ഒന്നും പറയാനില്ല, അതിൻ്റെ ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അതിൻ്റെ ബാക്ക് സൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ BMW നമ്മളെ X6-ൻ്റെ ആ ഒരു ലുക്കിലേക്കൊക്കെയാണ് ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു മോഡൽ എന്ന് പറയുന്നത് നമ്മളെ മഹീന്ദ്രയുടെ XUV 700 എന്ന് പറഞ്ഞ മോഡലാണ്. ഒന്നും പറയാനല്ല, അതും നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജീപ്പ് മെറിഡിയൻ അത്യാവശ്യം ഫാൻസി ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ നല്ലൊരു സാധനമാണ് കേട്ടോ. അതിനകത്തൊന്ന് കയറി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ സ്പെക്ക് കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അതുമാത്രമല്ല ഇൻറ്റീരിയറായിട്ടും നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് വരുന്നൊരു വണ്ടിയാണത്. പിന്നെ നമ്മൾ വോൾസാൻ്റെ ടൈഗോൺ, അതുപോലെ തന്നെ നമ്മൾ ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറഞ്ഞ എല്ലാ മോഡലുകളും, അതായത് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത എല്ലാവിധ മോഡലുകളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ കാരണം മാത്രമല്ല ബൈക്കിൻ്റെയും കൂടി എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പം ബൈക്കിൻ്റെ എക്സ്പോൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ബ്രാൻഡുകൾ എന്ന് പറയുമ്പം ഒന്ന് ഹോണ്ട, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നു, നമ്മളെ EV വണ്ടിയായിട്ടുള്ള ഓല, എയ്തർ, അതുപോലെ തന്നെ സുസുക്കി. ഈ വണ്ടികളൊക്കെ അവർ പുതിയ റീസെൻ്റായിട്ട് ഇറങ്ങിയ മോഡലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹോണ്ടയുടെ XL 750 ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അഡ്വഞ്ചർ ബൈക്കാണ്. അപ്പോൾ അടുത്ത് പോയി നിന്നപ്പോഴാണ് നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. 750cc ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 91 bhp ആണ്. അതുപോലെ തന്നെ 75 Nm ടോർക്കും. ഇത് കേട്ടാൽ തന്നെ ഏകദേശം ഒരു ബൈക്ക് ഭ്രാന്തന്മാർക്ക് കാര്യം മനസ്സിലാവും എന്താണ് വണ്ടീൻ്റെ ഒരു പവർ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ അപ്രീലിയയുടെ RS 457 എന്നിട്ടുള്ളൊരു മോഡലൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പം അവിടെ നമ്മളെ ഫർണിച്ചർ അങ്ങനത്തെ ഹോം അപ്ലയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് കാണാനുള്ളത് കൂടുതലും വണ്ടികളാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചെന്നേ ഉള്ളൂ. അപ്പം അവിടെ ഇതുപോലെ തന്നെ വീട്ടിലേക്കുള്ള ഹോം അപ്ലയൻസ് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ വാഷിംഗ് മെഷീനും AC-യും TV-യും ഫ്രിഡ്ജും അങ്ങനെ എല്ലാ മോഡലും. അതുകൂടാതെ തന്നെ അവിടെ ചെറിയ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ ഹോം അപ്ലയൻസും സാധനങ്ങളും, അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ വെയർ ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മളെ ബുക്കുകൾ, അങ്ങനെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള കുറേ സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജസ്റ്റ് ഒന്ന് പോയി 1-2 കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു എന്നല്ലാതെ അവിടെ അധികം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒന്ന് ചുറ്റടിച്ച് ഞാൻ നേരെ അങ്ങോട്ട് തിരിച്ച് രണ്ടാമതും നമ്മളെ ഈ ഓട്ടോ എക്സ്പോൻ്റെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ രണ്ടാമത് ഞാൻ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങുന്ന സമയത്താണ് ഞാൻ സത്യം മനസ്സിലാക്കിയത് എൻ്റെ കൂടെ 8 പേർക്കും വഴി തെറ്റിന്നുള്ളത്. പിന്നെ ഞാൻ അവരെയും തിരഞ്ഞുള്ള നടപ്പായിരുന്നു. അപ്പോൾ അവർ ആ ഓട്ടോ എക്സ്പോൻ്റെ ആ ഏരിയ തന്നെയാണ്, അവരിങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ട്രെയിന് വരാൻ ഇനി ഒരുപാട് സമയമുള്ളത് കൊണ്ട് വലിയ തിരക്ക് പിടിച്ചിട്ടില്ല. ഞങ്ങൾ പതുക്കെ അവിടെയൊക്കെ പിന്നെയും പോയ സ്ഥലങ്ങളൊക്കെ ഒന്നുകൊണ്ടൊന്ന് ചുറ്റിയടിച്ച് ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പുതിയതായിട്ടുള്ള കുറേ ബുക്സൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി. അപ്പോൾ അതിനകത്ത് 1-2 പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാം കൂടെ ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ബാഗിലിട്ട് കൊണ്ടുവരാൻ നടപ്പുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെ വലിയ ബാഗൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ലാപ്ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിന് നിന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കൂളർ കണ്ടിരുന്നു. അവിടെ കൂളർ കുഴപ്പമില്ല, നമ്മളെ എക്സ്പോയിൽ സ്വതവേ കാണുന്നൊരു ഐറ്റംസാണ് ഈ എയർ കൂളർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ M4 മാരിയുടെ ചെറിയൊരു കൗണ്ടർ കണ്ടത്. നമ്മളെ കൂട്ടത്തിലുള്ള 3-4 കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് 4 പേരും വിവരങ്ങളും അവിടെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.